അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്രതീക്ഷിതമായി താരിഫിൽ ഇളവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 0.78 അല്ലെങ്കിൽ 312 പോയിന്റ് ഉയർന്നാണ് ക്ലോസിംഗ് നൽകിയത്. S&P 0.79%, നാസ്ഡാക്ക് 0.64% ഉയർന്ന് ക്ലോസിംഗ് നൽകി. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ബോർഡിന്റെ അപ്ഡേറ്റ് അനുസരിച്ച് റെസിപ്രോക്കൽ താരിഫുകളിൽ നിന്നും ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളായ സെമി കണ്ടക്ടറുകൾ, സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങളെ ഒഴിവാക്കിയതായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ മാർക്കറ്റിലും അതിനുശേഷം US മാർക്കറ്റിലും കാണാൻ സാധിച്ചത്. അതേസമയം താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിരുന്നാലും ഈ ന്യൂസിനോട് ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ പോസിറ്റീവ് അപ്ഡേറ്റാണ് കാഴ്ചവെച്ചത്. അമേരിക്കയിലെ പ്രമുഖ ടെക് സ്റ്റോക്കായ ആപ്പിൾ 2.2%, ഡെൽ 4% ഉയർന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT ആൻഡ് ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കുന്നത്. ട്രേഡിംഗ് സെഷനിൽ IT ടെക് സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാമെങ്കിലും ഓട്ടോ സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് ഒരൽപ്പം മങ്ങാൻ സാധ്യതയുണ്ട്. അതിന് പിന്നിലെ പ്രധാന കാരണം 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 ഓട്ടോ കമ്പനികളിൽ നിന്നും അത്ര മികച്ച ക്വാർട്ടർലി റിസൾട്ട് റിപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പ്രമുഖ ബ്രോക്കേജായ HSBC ഓട്ടോ സെക്ടറിലെ ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഓല ഇലക്ട്രിക് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ടാർഗറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 പാസഞ്ചർ വെഹിക്കിൾസിൻ്റെയും ടു വീലേഴ്സിൻ്റെയും സെയിൽസിൽ സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെയും ട്രാക്ടേഴ്സിൻ്റെയും സെയിൽസ് മിക്സഡ് പെർഫോമൻസ് ആണ് കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനികളുടെ വരുമാനത്തിൽ വളരെ വലിയ വർധനവ് വരാൻ സാധ്യതയില്ലെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത്. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ കണക്കനുസരിച്ച് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 ഓട്ടോ മേഖലയിൽ തന്നെ 1% റവന്യൂ ഗ്രോത്ത് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. HSBC എന്ന ബ്രോക്കേജ് ഏജൻസി ഒട്ടുമിക്ക ഓട്ടോ സെക്ടർ സ്റ്റോക്കുകളുടെയും ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാർഗറ്റ് 840 നിന്നും 700 റെഡ്യൂസ് ചെയ്തത്. സ്റ്റോക്ക് 596 ട്രേഡ് ചെയ്യുന്നു. ബജാജ് ഓട്ടോയുടെ ടാർഗറ്റ് 10,500 നിന്നും 9,500 കുറച്ചിട്ടുണ്ട്. ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ടാർഗറ്റ് 70 കുറച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 50 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ടാർഗറ്റ് 3,520 രൂപയിൽ നിന്നും 3,320 രൂപയിലേക്ക് റെഡ്യൂസ് ചെയ്തു. സ്റ്റോക്ക് 2,600 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ടാർഗറ്റ് 2,200 നിന്നും 2,000 കുറച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 1,697 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. അതായത് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും പ്രത്യേകിച്ചും HSBC നൽകിയ ടാർഗറ്റിനേക്കാളും താഴ്ന്ന ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ സ്റ്റോക്ക് താഴുന്നതനുസരിച്ച് ബ്രോക്കേജ് ഏജൻസികൾ അവരുടെ ടാർഗറ്റും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകൾ അനുഭവിക്കുന്ന സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളിൽ കാണുന്ന അണ്ടർ പെർഫോമൻസ് വരും സമയങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട്. ഇതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ കൂടി മനസ്സിലാക്കാം. HSBCയുടെ റിപ്പോർട്ട് പ്രകാരം ടു വീലേഴ്സിൻ്റെ സെയിൽസ് 6% നിന്നും 4% കുറയുകയും ത്രീ വീലേഴ്സിൻ്റെ സെയിൽസിൽ 6% ഇടിവ് വരികയും ചെയ്തു. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 6% വർധനവുണ്ടായിട്ടുണ്ട്. ട്രാക്ടർ സെയിൽസ് 20% നിന്നും 28% ഉയർന്നപ്പോൾ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് 6% അടുത്ത് ഫ്ലാറ്റായി തുടരുന്നുണ്ട്. ഇനി മീഡിയം ആൻഡ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ 3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അത്ര എടുത്തു പറയത്തക്ക ഒരു പെർഫോമൻസ് ഇപ്രാവശ്യം ഓട്ടോ സെക്ടറിലെ കമ്പനികളുടെ സെയിൽസിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചത് ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുണ്ട്. മാരുതി സുസുക്കി ഇന്ത്യ, ഹ്യുണ്ടായി മോട്ടോഴ്സ്, അശോക് ലേലാൻഡ്, ഐഷർ മോട്ടോർ തുടങ്ങിയ കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തന ചെലവ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കമ്പനികളുടെ മാർജിൻ ഡീസൻ്റായി തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. TVS മോട്ടോറിൻ്റെ മാർജിൻ ഏകദേശം ന്യൂട്രലായിരിക്കും. അതേസമയം ബജാജ് ഓട്ടോ, ഓല ഇലക്ട്രിക് M&M തുടങ്ങിയവയുടെ മാർജിനിൽ ഒരു പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട്. ഇതും കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. മറ്റൊരു പ്രധാന പ്രശ്നം ഇൻപുട്ട് വിലയിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ടു വീലേഴ്സിൻ്റെയും ഫോർ വീലേഴ്സിൻ്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത അല്ലെങ്കിൽ ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ വില വർധനവ് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കും. ടു വീലേഴ്സിൻ്റെ ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ വിലയിൽ 2.6%, ഫോർ വീലേഴ്സിൻ്റെ ഇൻപുട്ട് കോമഡിറ്റി വിലയിൽ 1.6% വർധനവാണ് ഉണ്ടായത്.
ഇത് കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനിൽ 50 മുതൽ 30 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. മറ്റൊരു പ്രധാന പ്രശ്നം ഇൻവെൻട്രി ഡേയ്സ് വർദ്ധിച്ചതും Q4 സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനികൾ ഉയർന്ന ഡിസ്കൗണ്ട് നൽകുന്നതുമാണ്. Q4 പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടുമിക്ക കമ്പനികളും 3 മുതൽ 5% ഡിസ്കൗണ്ട് നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ OEMൻ്റെ ഇൻവെൻട്രി 2 ആഴ്ചയിൽ നിന്ന് 4 ആഴ്ചയിലേക്കും 6 ആഴ്ചയിലേക്കും ഉയർന്നതായിട്ടും HSBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ടു വീലേഴ്സിന് 2000 മുതൽ 5000 രൂപയുടെ ഡിസ്കൗണ്ട് നൽകിയിരുന്നു. ഇൻവെൻട്രി ഡേയ്സ് 30 മുതൽ 35 ദിവസങ്ങളിൽ നിന്നും 45 മുതൽ 60 ദിവസങ്ങളിലേക്ക് ഉയർന്നു. ഇൻവെൻട്രി ഡേയ്സിലുണ്ടായിരിക്കുന്ന വർധനവ് മോശം ഡിമാൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിൽ അണ്ടർ പെർഫോമൻസ് തുടരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.